എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ വെച്ചുള്ള പൊരിച്ച പത്തിരിയാണ്. പലപ്പോഴും നമ്മൾ അരിപ്പൊടി വെച്ചാണ് പൊരിച്ച പത്തിരി ഉണ്ടാക്കാറുള്ളത്. എന്നാൽ റവ വെച്ച് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റോടു കൂടി എങ്ങനെ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ ഞാൻ 1.5 കപ്പ് റവ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തയോ റവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. 1.5 കപ്പ് തന്നെ തിളപ്പിച്ച വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് തേങ്ങ, ഇതാണ് കണക്ക് കേട്ടോ. ഇതിലോട്ട് 7 കൊച്ചുള്ളിയും 1 പച്ചമുളകും ഇട്ട് കൊടുക്കാം. നിങ്ങളിത് സ്നാക്കായിട്ട് കഴിക്കാനാണെങ്കിൽ 2-3 എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാമേ. ഇത് ഞാൻ കറിയുടെ കൂടാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് 1 പച്ചമുളക് ഇട്ട് കൊടുത്തത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. ഒത്തിരി പേസ്റ്റ് പോലെ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഇതിനെ ചതച്ചെടുത്താൽ മതി. ഈ രീതിയിൽ ഇതിനെ അരച്ചെടുത്താൽ മതിയേ. ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം എൻ്റെ ചെറിയ പാത്രമായതുകൊണ്ട് ഞാനൊരു വലിയൊരു പാത്രത്തിലോട്ട് ഇതിട്ട് കൊടുത്താണ് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ മിക്സ് ഈ റവയുടെ എല്ലാ ഭാഗത്തോട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. അത്രയും മാത്രം മതി. നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നിക്കുവാണെങ്കിൽ പിന്നെ തിളച്ച വെള്ളം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഇത്രയും വെള്ളം മതിയായിരുന്നു, കറക്റ്റ് പരുവായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന ആ ഒരു മാവിനേക്കാളും ശകലം കൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കണം, അത്രമാത്രം മതി. ഇതിൽ നിന്ന് ചപ്പാത്തിയുടെയൊക്കെ ഉരുളയുടെ അത്രയും വലിപ്പത്തിൽ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് അതിനെ ഷേപ്പാക്കി എടുക്കുക. ഇവിടെ ഞാൻ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഈ കവറിലോട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളയുണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് വെച്ച് ഇത് അടച്ച് കൊടുക്കുക. എന്നിട്ടൊരു പാത്രം വെച്ച് നല്ലതായിട്ട് ഇതിനെ ഈ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തെ പൂരിയുടെയൊക്കെ വലിപ്പത്തിൽ ഇത് ഷേപ്പായി കിട്ടും. അപ്പം നമുക്ക് എത്രയും വലിപ്പം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉരുള എടുക്കാവുന്നതാണ്. റവ ആയതുകൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് പൊട്ടിയതുപോലെ ഇരിക്കും. കൈ കൊണ്ട് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കാവുന്നതാണ്. ഈ രീതിയിലാണ് ഇതിനെ നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇത് ഒത്തിരി തിക്കായിട്ടുമല്ല, എന്നാൽ ഒത്തിരി തിക്ക് കുറഞ്ഞ ആയിട്ടുമല്ല ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി കട്ടി കുറഞ്ഞതാണെങ്കിൽ ഇത് പൊട്ടിപ്പോവും കേട്ടോ. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് തീ ഫുൾ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് താഴെ പോയിട്ട് കുറച്ച് സമയം എടുക്കും ഒന്ന് പൊങ്ങി വരാൻ. ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് കുതിർന്ന് ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. നമ്മളിതിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ അങ്ങ് വീർത്ത് വന്നോളും. നന്നായിട്ടിത് വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതിനെ കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തുകൊണ്ട് വരാം. ഞാനിവിടെ ഇതെല്ലാം ഫ്രൈ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ല രസമല്ലേ. നല്ല തണുത്ത് കഴിഞ്ഞാൽ നല്ല വീർത്ത് തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. റവ വെച്ചുള്ള പൊരിച്ച പത്തിരി ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇത് മുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകഭാഗം കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഞാൻ ഇത് ചിക്കൻ കറിയുടെ കൂടാണ് ഇത് കഴിച്ചത്. നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ സ്നാക്കായിട്ട് കഴിക്കണമെങ്കിൽ എരിവ് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.